ഓം നമോ നാരായണായ. എല്ലാ സുഹൃതികളായ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. നമുക്കിന്ന് 88-ാം ദശകത്തിലെ 8, 9, 10 ശ്ലോകങ്ങൾ പഠിക്കാം. നമുക്ക് ആദ്യം 8-ാമത്തെ ശ്ലോകം നോക്കാം. തദനു ജലദജാലൈസ്ത്വദ്വപുസ്തുല്യഭാഭിർ വികസദമലവിദ്യുത്പീതവാസോ വിലാസൈ സകലഭുവനഭാജാം ഹർഷദാം വർഷവേലാം ക്ഷിതിധരകുഹരേഷു സ്വൈരവാസീ വ്യനൈഷീ. തദനു ജലദജാലൈസ്ത്വദ്വപുസ്തുല്യഭാഭിർ വികസദമലവിദ്യുത്പീതവാസോ വിലാസൈ സകലഭുവനഭാജാം ഹർഷദാം വർഷവേലാം ക്ഷിതിധരകുഹരേഷു സ്വൈരവാസി വ്യനൈഷീ. ഒന്നാമത്തെ ലൈനിൽ ജലദജാലൈസ്ത്വദ്വപുസ്തുല്യഭാഭിർ, ത്വത് പ്ലസ് വപുഹു പ്ലസ് തുല്യഭാഭിഹി ത്വദ്വപുസ്തുല്യഭാഭിർ. ഒന്നുകൂടെ ശ്രദ്ധിക്കൂ, ചെറിയ ചെറിയ പദങ്ങളാക്കി നോക്കാം. ജലദജാലൈഹി പ്ലസ് ത്വദ്വപു ആണ് ജലദജാലൈസ്ത്വദ്വപു. ത്വത് പ്ലസ് വപുഹു ത്വദ്വപുഹു. വപുഹു പ്ലസ് തുല്യഭാഭിഹി വപുസ്തുല്യഭാഭിർ. ഇനി നമുക്ക് അന്വയം ശ്രദ്ധിക്കാം. തദനു ത്വം ത്വദ്വപുസ്തുല്യഭാഭിഹി വികസദമലവിദ്യുത്പീതവാസോ വിലാസൈഹി ജലദജാലൈഹി സകലഭുവനഭാജാം ഹർഷദാം വർഷവേലാം ക്ഷിതിധരകുഹരേഷു സ്വൈരവാസി വ്യനൈഷീ. തദനു അനന്തരം ത്വം, ഭഗവാൻ ഗുരുവായൂരപ്പനോട് മേൽപ്പത്തൂർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലയോ ഭഗവാനെ, ത്വം അങ്ങ് നിന്തിരുവടി. ത്വത് വപുസ്തുല്യഭാഭിഹി, ത്വത് വപു അങ്ങയുടെ ശരീരം, തുല്യഭാഭിഹി അങ്ങയുടെ ശരീരത്തിന് തുല്യമായ കാന്തിയോടുകൂടിയതും, ശോഭ, കാന്തി, തേജസ് എന്നൊക്കെ പറയാം അവിടെ. വികസത അമല വിദ്യുത് പീതവാസോ വിലാസൈഹി. ഇവിടെ വികസത അമല വിദ്യുത് പീതവാസോ വിലാസം എന്ന് പറഞ്ഞിരിക്കുന്നത് മഞ്ഞപ്പട്ടാണ് ഭഗവാൻ ധരിച്ചിരിക്കുന്നത്. ആ മഞ്ഞപ്പട്ടിൻ്റെ ഭംഗിയെ പറഞ്ഞിരിക്കുന്നത് മിന്നൽ പിണരുകൾ ഉണ്ടാകുമ്പോൾ ആ മിന്നലിൻ്റെ വെളിച്ചത്തിൽ എപ്രകാരമാണോ ആ മഞ്ഞപ്പട്ട് ശോഭിക്കുന്നത്, അതിന് തുല്യമായ കാന്തിയോട് കൂടിയത് എന്നാണ്. ജലദജാലൈഹി, ജലം വെള്ളം എന്നറിയാൻ. ജലദം മേഘമാണ്, മേഘത്തിൽ നിന്നാണല്ലോ മഴ പെയ്യുന്നത്. അതുകൊണ്ട് ജലദജാലം മേഘക്കൂട്ടങ്ങളാണ് ഇവിടെ. സകല ഭുവനഭാജാം ഹർഷദാം, എല്ലാവർക്കും സന്തോഷം നൽകുന്നത്. വേനൽക്കാലം കഴിഞ്ഞു, മഴക്കാലം തുടങ്ങാറായി. അതാണ് ജലദജാലം, മേഘക്കൂട്ടങ്ങളെ കണ്ട് എല്ലാവർക്കും സന്തോഷം തോന്നാൻ കാരണം. ഇനി വർഷവേലാം, വർഷകാലം വന്നു. ക്ഷിതിധര കുഹരേഷു, ക്ഷിതിധരൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ പർവ്വതത്തിനെയാണ്. കുഹരം ഇവിടെ ഗുഹയാണ്. ക്ഷിതിധര കുഹരേഷു എന്ന് പറഞ്ഞാൽ പർവ്വത ഗുഹകളിൽ. സ്വൈരവാസി വ്യനൈഷി, ആ വർഷകാലത്ത് മഴ നനയാതെ പർവ്വത ഗുഹകളിൽ സ്വൈരമായി കഴിച്ചുകൂട്ടി എന്നാണ്. ഭഗവാൻ ഗോപാലകന്മാരോടും മറ്റ് പശുക്കൂട്ടങ്ങളോടും കൂടി പർവ്വത ഗുഹകളിൽ ആ മഴക്കാലത്ത് കഴിച്ചുകൂട്ടി എന്നാണ്. ഭഗവാനെ ഗുരുവായൂരപ്പ, അങ്ങയുടെ ആ ദേഹത്തിൻ്റെ ശോഭയോട് തുല്യമായ ഭംഗിയും അതുപോലെ തന്നെ തെളിഞ്ഞ് മിന്നുന്ന മിന്നൽ പിണരുകളെ കൊണ്ട് ആ മഞ്ഞപ്പട്ടിൻ്റെ ഭംഗിയും കലർന്ന അവിടുന്ന് മഴക്കാറ് കൊണ്ട്, മേഘക്കൂട്ടങ്ങളെ കൊണ്ട് എല്ലാവർക്കും സന്തോഷം നൽകുന്ന ആ വർഷകാലം വന്നപ്പോൾ പർവ്വത ഗുഹകളിൽ സ്വൈരമായി കഴിച്ചുകൂട്ടി. അതായത് സങ്കടമെല്ലാം നീങ്ങി, ദുഃഖമെല്ലാം നീങ്ങി ആനന്ദം അരുളുവാനുള്ള ഭഗവാന്റെ ദിവ്യരൂപത്തെയാണ് ഈ വർഷകാലത്തിലും കവി നമുക്ക് കാണിച്ചു തരുന്നത്. ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് വരുമ്പോൾ, 9-ാമത്തെ ശ്ലോകത്തിലേക്ക് വരുമ്പോൾ, ആ ഗുഹയിൽ മറ്റുള്ളവരോടുകൂടി ക്രീഡിക്കുന്ന ഭഗവാനെയാണ് വർണ്ണിച്ചിരിക്കുന്നത്. ആ ഭഗവാനെ ഗോവർദ്ധന പർവ്വതവും തന്നാൽ കഴിയുന്ന വിധത്തിൽ ഭക്തിയോടെ സേവിക്കുന്നതായി വർണ്ണിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കൂ. കുഹരതല നിവിഷ്ടം ത്വാം ഗരിഷ്ഠം ഗിരീന്ദ്ര ശിഖികുല നവകേകാകുഭിക് സ്തോത്രകാരി സ്ഫുടകുടജകദംബസ്തോമ പുഷ്പാഞ്ജലിം ച പ്രവിദധനുഭേജേ ദേവഗോവർദ്ധനോസൗ. കുഹരതലനിവിഷ്ടം ത്വാം ഗരിഷ്ഠം ഗിരീന്ദ്ര
ശിഖികുല നവകേകാകാകുഭിസ്തോത്രകാരി സ്ഫുടകുടജ കദംബസ്തോമ പുഷ്പാഞ്ജലിം ച പ്രവിദധത് അനുഭേജേ ദേവ ഗോവർദ്ധനോസൗ. ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ലൈനിൽ ഒന്നും തന്നെ ഇല്ല, എല്ലാം സമസ്ത പദങ്ങളാണ്. നാലാമത്തെ ലൈനിലേക്ക് വരുമ്പോൾ നോക്കുക, പ്രവിദധത് പ്ലസ് അനുഭേജേ പ്രവിദധനുഭേജേ. ഗോവർദ്ധന പ്ലസ് അസൗ ഗോവർദ്ധനോസൗ. ഇനി നമുക്ക് അന്വയം നോക്കാം. ഹേ ദേവ അസൗ ഗോവർദ്ധന ഗിരീന്ദ്ര ശിഖികുല നവകേകാകാകുഭിഃ സ്തോത്രകാരി സ്ഫുടകുടജ കദംബസ്തോമ പുഷ്പാഞ്ജലിം പ്രവിദധത് ച കുഹരതലനിവിഷ്ടം ഗരിഷ്ഠം ത്വാം അനുഭേജേ. മേൽപ്പത്തൂർ ഗുരുവായൂരപ്പനെ വിളിച്ചിട്ട് പറയാണ്, ഹേ ദേവ, അല്ലയോ ദേവ ഗുരുവായൂരപ്പ, ഗോവർദ്ധന ഗിരീന്ദ്ര, ഗോവർദ്ധനം എന്ന ഈ വൻപർവ്വതം ശിഖികുല നവകേകാകാകുഭിഃ, ഇവിടെ മയിലുകളുടെ ആഹ്ലാദസൂചകമായ മധുരമനോഹരമായ ശബ്ദത്താൽ സ്തോത്രകാരി സ്തുതിച്ചും സ്ഫുടകുടജ കദംബസ്തോമ പുഷ്പാഞ്ജലിം, പൊട്ടിവിടരുന്ന കുടകപ്പാല, കടമ്പ് മുതലായ വൃക്ഷങ്ങളുടെ പുഷ്പങ്ങളെ കൊണ്ട് പുഷ്പാഞ്ജലി നടത്തുകയാണ്, പുഷ്പാർച്ചന നടത്തുകയാണ്. പ്രവിദധത് അർച്ചന നടത്തി. കുഹരതലനിവിഷ്ടം പർവ്വത ഗുഹകളിൽ വാണരുളുന്ന ഭഗവാനെ, ഗരിഷ്ഠം എന്ന് പറഞ്ഞാൽ മഹാനായ എന്നർത്ഥമാണ്, വളരെയധികം ഉന്നതമായ സ്ഥാനം വഹിക്കുന്ന. ത്വാം അനുഭേജെ, അങ്ങയെ കൂടെ ഭജിച്ചു, അല്ലയോ ഗുരുവായൂരപ്പ അങ്ങയെ ഭജിച്ചുവല്ലോ. അനുഭേജെ എന്ന് പറഞ്ഞിരിക്കുന്ന ഉപചരിക്കുന്നതിനെയാണ്. ഇവിടെ ഗോവർദ്ധന പർവ്വതവും ആ പർവ്വതത്തിലുള്ള വിവിധ തരം പുഷ്പങ്ങൾ, അതായത് വർഷകാലാരംഭത്തിൽ പൂക്കുന്ന കടമ്പ്, കുടകപ്പാല മുതലായ വൃക്ഷങ്ങളുടെ പുഷ്പങ്ങളെ കൊണ്ട് പുഷ്പാഞ്ജലി ചെയ്തും, അതുപോലെ ആ പർവ്വതത്തിൽ വസിക്കുന്ന മയിലുകളുടെ കൂട്ടം പുറപ്പെടുവിക്കുന്ന ആഹ്ലാദസൂചകമായ ശബ്ദത്താലും, അല്ലയോ ഗുരുവായൂരപ്പ അങ്ങ് പർവ്വത ഗുഹകളിൽ വസിച്ചിരുന്നപ്പോൾ ആ ഗോവർദ്ധന പർവ്വതവും അങ്ങയെ ഭജിച്ചുവല്ലോ. മഴക്കാർ വാനിലേറുമ്പോൾ മയിലാടുന്നു കൗതുകാൽ എന്ന് കവി പാടിയിട്ടുണ്ട്. ഇവിടെ മേഘങ്ങൾ ആകാശത്ത് അങ്ങനെ ഉരുണ്ടുകൂടുന്നത് കണ്ടപ്പോൾ മയിലുകൾക്ക് വളരെയധികം സന്തോഷമായി. അവയെല്ലാം പീലി വിരിച്ച് പ്രത്യേക ശബ്ദം പുറപ്പെടുവിച്ച് നൃത്തമാടാൻ തുടങ്ങി. അതുപോലെ തന്നെ വർഷകാലത്തിൻ്റെ ആരംഭമാണ്. പൂക്കളെ കൊണ്ട് നിറഞ്ഞു മരങ്ങളെല്ലാം. കടമ്പ്, കുടകപ്പാല മുതലായ മരങ്ങളിൽ പൊട്ടിവിടരുന്ന പുഷ്പങ്ങൾ കൊണ്ട് അർച്ചന നടത്തിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം ഗുഹാവാസിയായ ഭഗവാന് പ്രത്യേകിച്ചും ആനന്ദദായകങ്ങളായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. നമുക്കിനി 10ാമത്തെയും ഈ ദശകത്തിലെ അവസാനത്തെയും ശ്ലോകം നോക്കാം. വർഷകാലം കഴിഞ്ഞു വരുന്ന ശരത്കാലത്തെ വർണ്ണിച്ചുകൊണ്ടാണ് ഈ ദശകത്തിലെ ശ്ലോകം അവസാനിപ്പിച്ചിരിക്കുന്നത്. അഥ ശരദമുപേതാം താം ഭവദ്ഭക്തചേതോ വിമലസലിലപൂരാം മാനയൻ കാനനേഷു തൃണമമലവനാന്തേ ചാരു സഞ്ചാരയൻ ഗാഹ പവനപുരപതേ ത്വം ദേഹി മേ ദേഹസൗഖ്യം. പദങ്ങൾ ശ്രദ്ധിക്കൂ. അഥ ശരദമുപേതാം താം ഭവദ്ഭക്തചേതോ വിമലസലിലപൂരാം മാനയൻ കാനനേഷു തൃണമമലവനാന്തേ ചാരു സഞ്ചാരയൻ ഗാഹ പവനപുരപതേ ത്വം ദേഹി മേ ദേഹസൗഖ്യം. ഇവിടെ പിരിക്കാനുള്ള പദങ്ങൾ ആദ്യം ശ്രദ്ധിക്കാം. ഒന്നാമത്തെ ലൈനിൽ ശരദം പ്ലസ് ഉപേതാം, ശരദമുപേതാം. ഇനി തൃണം പ്ലസ് അമലവനാന്തേ, തൃണമമലവനാന്തേ. നമുക്ക് അന്വയം നോക്കാം. അധ ഉപേതാം ഭവദ്ഭക്തചേതോ വിമലസലിലപൂരാം താം ശരദം കാനനേഷു മാനയൻ അമലവനാന്തേ ഗാഹ തൃണം ചാരു സഞ്ചാരയൻ ത്വം ഹേ പവനപുരപതേ മേ ദേഹസൗഖ്യം ദേഹി. അധ ശരദം ഉപേതാം എന്നാണ്. അധ ഉപേതാം താം ശരദം. ആ വർഷകാലം കഴിഞ്ഞപ്പോൾ അധ അനന്തരം പിന്നീട് എന്നാണ്. വർഷകാലം കഴിഞ്ഞപ്പോൾ ശരത്കാലം വന്നു.
ആ സമയത്തെ വർണ്ണനയാണ്. അങ്ങനെ ശരത്കാലം വന്നെത്തിയപ്പോൾ ചേതോ വിമല സലിലപൂരാം, എല്ലാവരുടെയും മനസ്സുകൾ പവിത്രമായ നിർമ്മലമായ ജലം പോലെ ശുദ്ധമായി തീർന്നു, നിർമ്മലമായി തീർന്നു. ശരത്കാലത്ത് ഭഗവാന്റെ കൂടെ വസിച്ച് ഭക്തന്മാരുടെ മനസ്സിലെ മാലിന്യമെല്ലാം അകന്ന് അവരുടെ മനസ്സെല്ലാം നിർമ്മലമായി ഭഗവത് ചിന്ത കൊണ്ട്, ഭഗവത് സാന്നിധ്യം കൊണ്ട്. അങ്ങനെയുള്ള ആ ശരത്കാലത്ത് കാനനേഷു, കാനനങ്ങൾ തോറും നടന്ന് മാനയൻ എല്ലാവരാലും ആദരിക്കപ്പെടുന്നവനായിട്ട് അമലവനാന്തേ, ഘോരമായ വനമല്ല, ചെറിയ വനമാണ്, അതുകൊണ്ടാണ് അമലവനാന്തേ എന്ന് പറഞ്ഞിരിക്കുന്നത്. തെളിഞ്ഞ കാട്ടിനുള്ളിൽ ഗാഹ, പശുക്കളെ, തൃണം, പുല്ല്, ചാരു സഞ്ചാരയൻ എന്ന് പറഞ്ഞിരിക്കുന്ന മനോഹരമായി അങ്ങ് സഞ്ചരിച്ചു. അവിടെ പുല്ല് തീറ്റിക്കൊണ്ട് പശുക്കളെ മേയിച്ചുകൊണ്ട് അങ്ങ് ചാരു സഞ്ചാരയൻ ത്വം, അങ്ങ് ഭംഗിയായി സഞ്ചരിച്ചു എന്നോ, അല്ലെങ്കിൽ ഭഗവാൻ അങ്ങനെ ആ മനോഹര രൂപത്തിൽ എല്ലാവർക്കും കാണാൻ പാകത്തിന് കണ്ണുകൾക്ക് ആനന്ദം നൽകിക്കൊണ്ട് സഞ്ചരിച്ചു എന്നോ പറയാം. പതിവ് പോലെ മേൽപ്പത്തൂർ പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കുകയാണ്. ഹേ പവനപുരപതേ, അല്ലയോ ഗുരുവായൂരപ്പ, മേ ദേഹസൗഖ്യം ദേഹി, എനിക്ക് ദേഹസൗഖ്യം നൽകണമേ, എന്നെ രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ ദശകവും അവസാനിപ്പിക്കുന്നു. 58 ദിവസമായി ഇന്ന് ഭജന തുടങ്ങിയിട്ട്. നമുക്ക് 59ാമത്തെ ദശകം അടുത്ത വീഡിയോയിലൂടെ കേൾക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നെഗറ്റീവാണെങ്കിലും പോസിറ്റീവാണെങ്കിലും സ്വാഗതം ചെയ്യുന്നു. എന്തെങ്കിലും രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും ഉണ്ടാകട്ടെ.